സൗഹാർദ്ദത്തിന്റെ പ്രതീകമാണ് പാലക്കാട് പല്ലഞ്ചാത്തന്നൂരിലെ തെരുവത്തുപള്ളി. നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ് ഈ പള്ളിക്കും മഖാമിനുമുള്ളത്. കാർഷിക സംസ്കൃതിയിൽ അധിഷ്ഠിതമായ തിരുവത്തുപള്ളിയിലെ നേർച്ചയും പ്രസിദ്ധമാണ്. അപ്പോൾ തിരുവത്തുപള്ളിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ദൈവമേ കൈത്തൊഴാമിൽ. സാഹോദര്യത്തിന്റെയും മതമൈത്രിയുടെയും ആത്മീയതയുടെയും പെരുമയോടെയാണ് പാലക്കാട് പല്ലഞ്ചാത്തന്നൂർ തിരുവത്തുപള്ളി തല ഉയർത്തി നിൽക്കുന്നത്. കേരളത്തിന് പുറമെ തമിഴ്നാട് അടക്കം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി പേരാണ് പ്രാർത്ഥനയ്ക്കും അനുഗ്രഹം തേടിയും പള്ളിയിൽ എത്തുന്നത്. ഓരോരുത്തരും ഓരോ ഉദ്ദേശങ്ങൾ വെച്ചിട്ട് ഈ മക്കുപറയിൽ വരാറുണ്ട്. വന്നാൽ അവൻ്റെ എന്ത് കാര്യങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചോ ആ കാര്യം മുഴുവൻ നിറവാറുണ്ട്. അതേമാതിരി സന്താനമില്ലാത്തവർക്ക് വേണ്ടി ഇവിടെ നേർച്ചയാക്കും, സന്താനങ്ങൾ നേരും, അന്നദാനങ്ങളൊക്കെ നേർച്ചയാക്കാറുണ്ട്. അതേമാതിരി നാൽക്കാലികളിൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നേർച്ചയാക്കി കഴിഞ്ഞാൽ മാറിക്കിട്ടാറുണ്ട്. പാലക്കാട്ടെ തെരുവത്ത് പള്ളിയിലെ നേർച്ചയും പ്രസിദ്ധമാണ്. കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമായുള്ള നേർച്ചയ്ക്ക് വിവിധ ജില്ലകളിൽ നിന്നുള്ള നിരവധി പേർ ജാതിമത ഭേദമന്യേ പങ്കെടുക്കാറുണ്ട്. 3 കൊല്ലം വിടാണ്ടെത്തി മേനെ. എൻ്റെ കാര്യങ്ങളൊക്കെ ശരിയായി വരട്ടെ. അടുത്ത് കൊല്ലുമ്പോഴേക്ക് എൻ്റെ പേരക്കുട്ടിയുടെ ഒരു കല്യാണം ശരിയായിട്ടില്ല, അതൊന്ന് ശരിയായിട്ടെ. വർഷത്തിലൊരു തവണ വന്ന് പ്രാർത്ഥിച്ച് തൊഴുതിട്ടു. കാർഷിക സംസ്കൃതിയിൽ അധിഷ്ഠിതമായ പ്രത്യേകത കൊണ്ടാണ് തെരുവത്ത് പള്ളി നേർച്ച മറ്റ് നേർച്ചകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. കാണിക്കയായി ആളുകൾ കൊണ്ടുവരുന്ന അപ്പപ്പെട്ടികളോടൊപ്പം കൃഷിയിടത്തിൽ നിന്ന് ലഭിക്കുന്ന ആദ്യത്തെ വിളവെടുപ്പുമുണ്ടാകും. നേർച്ചനാളിൽ നെല്ല്, നാളികേരം, അടയ്ക്ക, പഴങ്ങൾ തുടങ്ങിയവയാണ് കൂടുതലായും പള്ളിയിൽ സമർപ്പിക്കുക. തിരുവത്തുപള്ളി നേർച്ചയ്ക്ക് മാത്രമാണ് അലുവ വിൽക്കുന്നത്. പിന്നെ ഇവിടെ ധാന്യങ്ങളും തേങ്ങ അങ്ങനെ പല സാധനങ്ങളും തമിഴ്നാട്ടിൽ നിന്ന് ആട് മുതൽ തൊട്ട് കോഴി വരെ വരാറുണ്ട്. മണ്ണിൽ എന്തുണ്ടാകണം അതൊക്കെ ഇവിടെ വരും. പിന്നെ അതുപോലത്തെ എല്ലാ വാഹനങ്ങളും അതുപോലെ തന്നെ മൃഗങ്ങളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വന്ന് ദ്വാരന്ന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ കാര്യവും വിജയിക്കും. അസുഖങ്ങൾ ബാധിച്ചാലും അതിനുള്ള മണ്ണ് കൃഷിയിടത്തിൽ കൊണ്ടുപോയി ഇട്ടാലും അതൊക്കെ. നേർച്ച നാളുകളിൽ കാലികളുടെ ആരോഗ്യത്തിനായി പള്ളിയിൽ പ്രദക്ഷിണം നടത്തും. കാലികളെ കുളിപ്പിച്ച് ചന്ദനവും ഭസ്മവും ചാർത്തി വേഷവിധാനങ്ങളോടെയാണ് പ്രദക്ഷിണം. ആഴ്ചകൾക്ക് മുൻപ് തന്നെ അപ്പപ്പെട്ടി കയറ്റിയ കാളവണ്ടികളും കുതിരവണ്ടികളും പള്ളിയിലേക്കെത്തും. ആന, പഞ്ചവാദ്യം എന്നിവയുടെ അകമ്പടിയോടെയാണ് നേർച്ച നടക്കാറുള്ളത്. പള്ളിയിലെത്തുന്നവർക്ക് പൂമണ്ണാണ് പ്രസാദമായി നൽകുക. ഈ പൂമണ്ണ് കൃഷിയിടത്തിൽ വിതറുന്നതോടെ മികച്ച വിളവ് ലഭിക്കുമെന്നാണ് വിശ്വാസം. ന്യൂസ് മലയാളം, പാലക്കാട്.